മനസ്സിനെയും ശരീരത്തെയും അവർ പരിഗണിക്കുന്നു. പക്ഷേ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എത്ര വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് വന്നാലും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി പുറന്തള്ളാൻ പറ്റും. ഒരു സമർപ്പിതന് ഓട്ടോമാറ്റിക്കലി ആ വിഷമങ്ങളെ പുറന്തള്ളാൻ പറ്റും. ആരുടെയും സപ്പോർട്ട് വേണ്ടി വരില്ല. ഒരു ഗുളികയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്തോഷിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു സപ്പോർട്ടോ ഒന്നും വേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അതിനെ പുറന്തള്ളാൻ പറ്റും. അതല്ല, നിങ്ങൾ വേറൊരു സപ്പോർട്ട് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ രക്ഷിതാവായി കാണുകയാണ്. എന്ത് കാര്യവും ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നിങ്ങൾ ഒരാളെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു സംതൃപ്തിയാണ്. ഞാൻ എന്തോ ചെയ്തു, അവൻ തെറ്റ് ചെയ്യുകയായിരുന്നു, ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു, ഞാൻ സമൂഹത്തിന് നന്മ ചെയ്തു എന്ന ഒരു സംതൃപ്തി കിട്ടുകയാണ്. ആ സമയം ആ സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചത് ആരെയാണ്? ആ തെറ്റ് പറയാൻ വേണ്ടി ആരെയാണോ ഉപയോഗിച്ച് അവരെയാണ് ഉപയോഗിച്ചത്. അവരാണ് അവന്റെ രക്ഷിതാവ്.